ശോഭിന്ദ്രൻ മാഷെ പറ്റിയും മാഷ് ഞാനുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇതിനു മുമ്പത്തെ അനുസ്മരണത്തിലും മറ്റു പലയിടങ്ങളിൽ നിന്ന അനുസ്മരണങ്ങളിലും ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു വലിയ കൂടിച്ചേരലിൽ മാഷെപ്പറ്റി വന്ന സമയം മുതൽ ഞാൻ ഓർക്കുകയായിരുന്നു. ഞാനും മാഷും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 40 വർഷക്കാലം അതൊരുപാട് തമാശകൾ നിറഞ്ഞതുണ്ട്, സംഘർഷങ്ങൾ നിറഞ്ഞതുണ്ട്, കലാപ്രവർത്തനങ്ങൾ നിറഞ്ഞതുണ്ട്, വെഡിത്തങ്ങളുണ്ട്, യാത്രകളുണ്ട്, പരസ്പര കൊടുക്കൽ വാങ്ങലുകളുണ്ട്, ജാമ്യം നിൽക്കലുണ്ട്, സ്കൂട്ടർ നന്നാക്കലുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ കൂടിച്ചേർന്നതാണ് എനിക്ക് ശോഭിന്ദ്രൻ മാഷ്. എൻ്റെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, മാഷ് ഒരു സുഹൃത്ത്, കുടുംബ സുഹൃത്ത്, എല്ലാവർക്കും അങ്ങനെയാണ്. മാഷ് കുടുംബ സുഹൃത്താണ്. മാഷ് ഒറ്റയ്ക്ക് ഒരു സുഹൃത്തൊന്നുമില്ല. അതിരാവിലെ നമ്മൾ ഉറങ്ങിണീക്കുമ്പോൾ ചിലപ്പം മാഷ് ബൈക്കിൽ വന്നിറങ്ങിയിട്ട് ഒരു ചെടി കുഴിച്ചിടുന്നുണ്ടാവും മുറ്റത്ത്. അപ്പോഴാണ് നമ്മൾ മാഷെ കാണുക. എന്താ മാഷ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മാഷ് പറയും, അത് അടുത്ത വീട്ടിൽ കുറ്റിമുല്ലുണ്ടായിരുന്നു, ഇവിടെ കുറ്റിമുല്ലില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു കുറ്റിമുല്ല ഇവിടെ കുഴിച്ചിടാന്ന് പറയും. ഇങ്ങനെ മാഷയുടെ ഒരു പ്രധാന ശിഷ്യൻ തന്നെ പറയാവുന്ന, അതായത് എല്ലാ കാര്യങ്ങളിലും മാഷ് ഓരോ ഘട്ടത്തിൽ മാഷ് ഓരോ അന്വേഷണങ്ങളിലാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ശോഭിന്ദ്രൻ മാഷ് നേരിട്ട് ഈ പച്ചക്കുപ്പായത്തിലേക്ക് വന്നൊരു മനുഷ്യനല്ല, നേരിട്ട് ഈ പാരിസ്ഥിതിക പ്രവർത്തനത്തിലേക്ക് വന്നൊരു മനുഷ്യനല്ല. നിരന്തരമായ അന്വേഷണങ്ങളായിരുന്നു മാഷുകൾ. ഞാൻ 40 വർഷം മുമ്പ് കോളേജിൽ ചേരുന്ന സമയത്ത് മാഷ് ഒരു അര ഗുണ്ടായിരുന്നു. കോളേജിലെ പ്രിൻസിപ്പളുടെ വലം കയ്യിൽ ഞങ്ങളെപ്പോലുള്ള വികൃതികളെ ഓടിച്ചിട്ട് പിടിക്കുക, പ്രിൻസിപ്പൾ മുമ്പിൽ ഹാജരാക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇന്നത്തെ രൂപമല്ല ആ രൂപം. പലപ്പോഴും ഞങ്ങൾ മാഷെ പറ്റിച്ചിട്ട് ഒളിച്ചെടുത്തിട്ട് മാഷ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല, അല്ല അന്ന് നിങ്ങൾ എവിടെ പോയതെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ നിഷ്കളങ്കനായ ഒരു ഗുണ്ട. അത് കഴിഞ്ഞ് രാമേന്ദ്രൻ മൊയ്ലി എന്ന മറ്റൊരു അധ്യാപകൻ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഉണ്ണിമാഷ്, ഇവരൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, ഞങ്ങൾ നിങ്ങളുടെ മാഷാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടോളണം, നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന രീതിയിലല്ല. നിങ്ങളൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, നമുക്ക് നാടകം ചെയ്യാം, സിനിമ ചെയ്യാം, ഇങ്ങനെ പല പരിപാടികളാണ്. അങ്ങനെ ആദ്യത്തെ ഒരു നാടകം വാസുദേവൻ മാഷ് എഴുതിയ വിക്ടിംസ് എന്നുള്ള നാടകമായിരുന്നു. ഞാൻ, ശോഭിന്ദ്രൻ മാഷ്, രാമേന്ദ്രൻ മൊയ്ലി ഒക്കെയാണ് പ്രധാന നടന്മാർ. ഞാൻ പ്രീ ഡിഗ്രിയാണ്, ഇംഗ്ലീഷ് നാടകമാണ്, അത് മനസ്സിലാക്കണം എൻ്റെ ഒരവസ്ഥ. മാഷാണ് ഇംഗ്ലീഷേ പറയുള്ളൂ. ഇപ്പം അടുത്ത മലയാളം പറയാൻ തുടങ്ങിയ വാസുദേവൻ ഉണ്ണി മാഷ്. ഞങ്ങളൊക്കെ മാഷെ കണ്ട ദൂരത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം മാഷ് ഇംഗ്ലീഷിലാണ് തുടങ്ങുക. നമ്മൾ പ്രീ ഡിഗ്രിക്ക് വന്ന കുട്ടികളോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ മാഷാണ് നാടകം എഴുതിയിട്ടുള്ളത് വിക്ടിംസ്. ഭാഗ്യത്തിന് എനിക്ക് വലിയ ഡയലോഗൊന്നുമില്ല. എനിക്കുള്ള ഡയലോഗ് ഞാൻ പപ്പൻ മാഷുണ്ട്, പപ്പൻ മാഷ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മാഷെ കൊടുത്തു, മാഷക്ക് 2 ഡയലോഗ് എൻ്റെ ഇരിക്കട്ടെ കാരണം. പട്ടാളക്കാരനാണ് ഞാൻ. ശോഭേന്ദ്രൻ മാഷ് അഭിനയിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ണിമാഷ് പ്രോംപ്റ്റ് ചെയ്യാണ്. ശോഭേന്ദ്രൻ മാഷ് ഡയലോഗ് തെറ്റിച്ച് വേറെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. പിന്നെ നാടകം വേറെ വഴിക്ക് പോയി. പക്ഷെ നാട്ടുകാർക്ക് മനസ്സിലായ നാടകമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടുമില്ല, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ. അതൊക്കെ 77-78 കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് മാഷ് പിന്നെ ഞാൻ ഡിഗ്രി അവിടുന്ന് പോയി. മാഷും മൊയ്ലി മാഷും ഉണ്ണി മാഷും ഒക്കെ കൂടി ചേർന്ന് മാക്ബത്ത് കളിച്ചു. അപ്പോൾ ഞാൻ അതിൽ സഹകരിക്കാൻ പോയി. അതിലൊക്കെ ഒരുപാട് തമാശകളുണ്ട്. അതിലൊക്കെ തന്നെ ശോഭീന്ദ്രൻ മാഷിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ജനകീയ ബന്ധങ്ങളാണ്. കക്കോടി മൂട്ടോളിയിലുള്ള കുണ്ടൂര് കുടുംബത്തെ ശോഭീന്ദ്രൻ മാഷൊക്കെ അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും അറിയാം. അപ്പോൾ ശോഭീന്ദ്രൻ മാഷ് നാടകത്തിൽ അഭിനയിക്കുന്നു. മാക്ബത്ത് നാടകത്തിൽ മാക്ഡഫ് ആയിട്ടാണ് തോന്നുന്നത് എനിക്ക്. മാക്ഡഫായിട്ട് അഭിനയിക്കുന്നു.
അതോടെ ഇവിടെ ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങൾ സ്റ്റേജ് കെട്ടുന്ന സമയത്ത് ഒരു വാൻ വരികയാണ്, ഒരു ലോറി, ഗുഡ്സ് വണ്ടി, മിനി ട്രക്കാണ് വരുന്നത്. ആ ട്രക്കിൽ വലിയൊരു മാവ മറ്റു വെട്ടിക്കൊണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ അവിടെ നിന്ന്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ മാക്ബത്തുമായിട്ടുള്ള യുദ്ധത്തിൽ വൃക്ഷക്കൊമ്പുകളുടെ മറവിലൂടെയാണ് മാക്ഡഫും പട്ടാളക്കാരും വന്നിട്ട് മാക്ബത്ത് കൊല്ലുന്നത്. അപ്പോൾ മാഷ് നാട്ടിൽ പോയിട്ട് പറഞ്ഞോട് നമുക്ക് കുറച്ച് മരത്തിൻ്റെ കൊമ്പ് വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മരത്തിൻ്റെ കൊമ്പോ? മാഷ് ചോദിച്ചങ്ങനെ മാവന്നെ മുറിക്കൂലേ? ഒരു മാവായിട്ടാണ് അവർ വരുന്നത്. പിന്നെ നമ്മൾ വേണ്ടി ഒന്ന് കഷ്ണാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ജനകീയ ബന്ധങ്ങളൊരു മാഷാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. എന്തിനാന്ന് തന്നെ എനിക്കറിയില്ല. ഈ വണ്ടിയുമ്പോൾ കയറി, ഇത്രയേ ഉള്ളൂ, നമുക്കൊരു സ്ഥലത്ത് പോയി ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച ആൾ മാഷ. ഈ നമ്മളെ കുരങ്ങനും മറ്റേ മുതലെ പുറത്തിരുത്തി കൊണ്ടുപോയ കഥ പോലെയാണ്. ബൈക്കിൽ കയറി ഇരുന്നിട്ട് മൂപ്പർ പറയുള്ളൂ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ യാത്ര ഞാൻ എഴുതിയിട്ടുണ്ട്, മാതൃഭൂമിയിലൊക്കെ എഴുതിയതാണ്. പിന്നെ മാഷിൻ്റെ ഇടയ്ക്ക് രജനീഷിൻ്റെ ആശ്രമത്തിൽ പോയി നോക്കി. കാരണം മാഷിതിലൊന്നും മാഷിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്താനുള്ള ഒരു അന്വേഷണമായിരുന്നു ത്രൂ ഔട്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മാഷ് രജനീഷിൻ്റെ ആശ്രമത്തിൽ പോകുന്നു. മാഷിക്ക് തൃപ്തിയായില്ല, തിരിച്ചു വരുന്നു. ഇവിടെ മാഷിനെ കൊന്നു വാങ്ങിയിട്ട് നമ്മൾ പറയുന്നു നമുക്ക് ധ്യാനം തുടങ്ങണം. ഡിഗ്രിക്കാരാണ് ഞങ്ങൾക്കെന്ത് ധ്യാനം, ഞങ്ങൾ ഈ വായിൽ നോക്കി കിടക്കുന്ന സമയമല്ലേ. എന്നാലും മാഷ് പറഞ്ഞല്ലേ, കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് നോക്കി. കക്കോടി തന്നെയാണ് കൊന്ന്. കുറേ നാടകങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്ത് മാഷ് യാത്ര പോയി വന്നു, തിരിച്ചു വന്നു. ഇങ്ങനെ അതിനിടയ്ക്ക് നാടകം, പിന്നെ സിനിമ. ജോൺ അബ്രഹാമിൻ്റെ വിഖ്യാതമായ അമ്മ അറിയാൻ സിനിമയിൽ മാഷ് അഭിനയിക്കുന്നു. അതിൽ ഏറ്റവും എനിക്ക് വലിയ ഒരു സന്തോഷമുള്ള കാര്യം, മാഷയ്ക്ക് ശബ്ദം കൊടുത്തത് ഞാനാണ്. കാരണം മാഷ് ആദ്യം സിനിമ അഭിനയിക്കുന്നതായതുകൊണ്ട്, ജോൺ കർക്കശക്കാരനായതുകൊണ്ടും ഡബ്ബിങ് സമയത്ത് മാഷക്ക് ഇത് കാണുമ്പോൾ തന്നെ ഈ മാഷ് ഇമോഷണലായി പോകും, കഥാപാത്രമായി പോകും. പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ജോൺ പറഞ്ഞു, സോബി ഇത് ശരിയാവില്ല, തൽക്കാലം ജോയ് ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ ഗുരുനാഥന് ശബ്ദം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാനൊരു സിനിമ എടുത്തു, പിന്നെ ഷട്ടർ. അപ്പം ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ സിനിമ എടുക്കുന്നുണ്ട്. ഈ അതും തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡയലോഗ്. ഞാൻ ഒരു സിനിമ എടുക്കുകയാണ്, ഇല്ലെങ്കിൽ രക്ഷയില്ല. എൻ്റെ ഗൾഫിൽ ഞാൻ ഉള്ള സമയത്ത് അവിടെ താമസിക്കാൻ വന്നിരുന്നു. ആ കഥകളൊക്കെ അറിയാം, ഒരുപാടുണ്ടായിട്ട് തമാശകളൊക്കെ. സിനിമ എടുക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, മാഷ് എങ്ങനെയെങ്കിലും ഇതിലൊന്ന് ഉൾക്കൊള്ളിക്കണമല്ലോ. പടം കണ്ടിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഞാനൊരു സീൻ അതിനായിട്ടുണ്ടാക്കി. രാത്രി മാഷ പോലീസ് പിടിച്ചുകൊണ്ടിരുന്നു, കയ്യിൽ കുറേ ചെടികളായിട്ട്. അപ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്, എല്ലാത്തും ശോഭേന്ദ്രൻ മാഷല്ലേ, എന്തിനാണ് മുകളിൽ പിടിച്ചുകൊണ്ടിരുന്നു? ഇയാളവിടെ റോട്ടിലൊക്കെ കുഴി പിടിച്ചിട്ട് ഒരു ചെടി നേടുക, അപ്പോൾ ഞാൻ പിടിച്ചു കൂട്ടിക്കൊണ്ടതാണ്. അപ്പോൾ ശോഭേന്ദ്രൻ മാഷ് അവിടുന്ന് ശ്രീനിവാസനെ കാണുന്നു. അങ്ങനെ ആ കഥ, ആ ക്യാരക്ടർ അങ്ങനെയാണ്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഗുരുനാഥൻ, ഒരു സുഹൃത്ത്, ഒരാത്മമിത്രം ഉണ്ടെങ്കിൽ അത് ശോഭേന്ദ്രൻ മാഷാണ്. ഞാൻ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അവിടെ വന്ന് അത് കണ്ടു, ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അമ്മയുടെ അടുത്ത സുഹൃത്താണ്. അമ്മ സുഖമില്ലാതെ കിടക്കും, അമ്മയെ കാണാൻ വരും, കുറേ സംസാരിക്കും. അപ്പം അമ്മ പറയും, മാഷക്ക് ഒരു ബിഷപ്പാവാവുന്നതാണ്. മാഷ് ഇപ്പോൾ ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ മാഷക്ക് ഒരു ബിഷപ്പാവാം. കാരണം ഈ താടിയും ഇതൊക്കെ കണ്ടിട്ടാണ് മാഷ് അമ്മ പറയുന്നത്. മൂപ്പര് ചിരിക്കും. ഇപ്പം തന്നെ ഞാനൊരു ബിഷപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും. അച്ഛന് ബിസിനസ്സിന് അവിടെ ഷോപ്പിലിടയ്ക്ക് പോവും. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യട്ടോ എന്ന് റൂമിൽ പോകും, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കോണ്ടാക്റ്റുകൾ, മനുഷ്യബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ, ഒരു പരിസ്ഥിതി സ്നേഹി മരണമടഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ഈ ഹോൾ നിറയെ ഒരു അനുസ്മരണം, നാടകം കാണാനോ സിനിമ കാണാനോ നിങ്ങൾ വന്നത്. നിങ്ങൾ വന്നത് ഒരു അനുസ്മരണ ചടങ്ങിനാണ്. അത് ഇത്രയും ആഘോഷമാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ എത്ര ഇരട്ടി ആളിഞ്ഞ് വരേണ്ടതാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനുഷ്യരുടെ വിശ്വാസം, മനുഷ്യരുടെ പ്രതീക്ഷ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. നിരവധി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയാൻ നിന്നാൽ സമയത്തൊന്നും പോരാ. ഒരു പുസ്തകം എഴുതിയാൽ തീരാത്തത്രയുണ്ട്.
വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. അതാ ഞാൻ പറഞ്ഞു വന്നത് നിതാന്തമായി അന്വേഷിക്കുന്ന എന്താണ്. ഇപ്പം ഞങ്ങളൊക്കെ ആ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഒക്കെ, രാമേന്ദ്രൻ മൊബേലി ഞാനൊക്കെ തന്നെ തീവ്ര ഇടതുപക്ഷത്തിൽ പോവുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ ഒരു തിരഞ്ഞെടുക്കുമ്പോഴും മാഷ് ഇല്ല രാമേന്ദ്രൻ ഞാനില്ല, നാടകത്തിലൊക്കെ ഞാൻ വന്നോളാം, നിങ്ങളെ രാഷ്ട്രീയത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് അതേസമയം നമ്മളെ പലർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അധ്യാപകൻ. നിരന്തരമായ അന്വേഷണം, എന്താണ് തൻ്റെ ഐഡൻറ്റിറ്റി, എവിടെയാണ് ഞാൻ എന്നുള്ള അന്വേഷണത്തിൻ്റെ അവസാനമാണ് മാഷ് കണ്ടെത്തുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല, ഈ ഭൂമിയിൽ ഇങ്ങനെ വിട്ടാൽ പറ്റൂല, ഇതിനെ നേരെയാക്കിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ദുബായിൽ ഞങ്ങൾ കോളേജ് അലുമിനി ഇറത്ത് ഒക്കെ ഉണ്ടായിരുന്നു, ഷൗക്കത്തിലേക്കുള്ള സമയത്താണെന്ന് തോന്നുന്നു. അവിടെ വരികയും അവിടെ റേഡിയോ പ്രഭാഷണം നടത്തുകയും, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, റേഡിയോ ജോക്കി മിഥുൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കാൽക്കൽ വീഴയത്, ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പം എന്താ വെച്ചാൽ പറയുന്നത്, ഞാൻ കേട്ടെടുത്തോളം ഇത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അവിടെ നീണ്ടുനിന്ന പ്രഭാഷണങ്ങൾ, ആൾക്കാരുടെ സംശയങ്ങൾക്കുള്ള മറുപടി, ആ വീട്ടിൽ ഞങ്ങളോടൊപ്പം താമസിച്ച ഒരാഴ്ച ഞങ്ങളനുഭവിച്ച സൗഖ്യം, ഇങ്ങനെ വിട്ടുപോകാതെ നിൽക്കുന്ന ഈ പച്ച പിടിച്ച മനുഷ്യൻ, പച്ച മനുഷ്യൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വന്നത് തന്നെ. പച്ച മനുഷ്യൻ എന്നാണ്. കോഴിക്കോട് നമ്മൾ എവിടെ ആരോട് ചോദിച്ചാലും പച്ച മനുഷ്യൻ ശോഭിതനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പച്ച ഡ്രസ്സിലേക്ക് വന്നു. ഇതൊക്കെ നിമിത്തങ്ങളായിട്ട് വന്നതാണ്. പോയിട്ട് പച്ച തുണി വാങ്ങിയിട്ട് തുന്നിയിട്ട് ഞാൻ മുതൽ പച്ച മനുഷ്യൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, നടന്ന ആളല്ല. അദ്ദേഹത്തിന് പട്ടാളക്കാരനായ സുഹൃത്ത് അവധിക്ക് വന്നപ്പോൾ ഒരു ഷർട്ട് കൊടുത്തപ്പോൾ അത് തിരക്കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പർ നോക്കുമ്പോൾ ഒരേ കളറാണെങ്കിൽ അത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും പ്രശ്നമില്ലല്ലോ, മാറി മാറി ഇടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ വാങ്ങി ഒന്ന് എനിക്കും തയ്ച്ചു തന്നു, എനിക്കിത് നന്നായി ചേരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു കുറേ കാലം അത് ഒരു പച്ച ഷർട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു യൂണിഫോം ഇട്ടമായി കുറേ ആൾക്കാർ ഒരേപോലെ നടന്നാൽ ഭയങ്കര ബോറാണ്, ഞാൻ ഉപേക്ഷിച്ചത്. അങ്ങനെ ഉള്ള പച്ച മനുഷ്യനായ, സ്നേഹസമ്പന്നനായ, പരിസ്ഥിതി സ്നേഹിയായ ഈ ഭൂമിയെ അങ്ങേയറ്റം സ്നേഹിച്ച, വരും തലമുറയെ സ്നേഹിച്ച, ജീവനെ സ്നേഹിച്ച ശോഭേന്ദ്ര മാഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സ് വഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം.